Wanderscapes-ന്റെ Isle of Wight സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഞാൻ ദിലീപ്. അപ്പോൾ ഇന്ന് നമ്മുടെ Isle of Wightലെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ താമസിച്ചത് ഒരു ഹോളിഡേ ലെറ്റിലാണ്. ഒരു ചെറിയൊരു അക്കോമഡേഷൻ, ഷാലയിലാണ് ഇവർ പറയുക. ഒരു 2 bedroom ഫെസിലിറ്റിയാണ് അത്. ചെറിയൊരു ഡ്രോയിങ് റൂം ഉണ്ട്, പിന്നെ ഒരു കിച്ചൺ, എല്ലാ വെൽ എക്വിപ്ഡ് കിച്ചൺ, പിന്നെ 2 bedrooms, ഒരു വാഷ്റൂം. അപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സ്ഥലത്താണ് താമസിച്ചത്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു കാഴ്ച കൂടി കാണാൻ പോകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ Isle of Wight'ൽ ഒരു സ്റ്റീം റെയിൽവേ ഉണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അത് ചെയ്ത് ഞങ്ങൾ പിന്നെ അവിടുന്ന് വീണ്ടും ഫെറി പിടിച്ച് ലിവർപൂളിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോണത്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മളങ്ങനെ Isle of Wight സ്റ്റീം റെയിൽവേയിൽ കയറിയിരിക്കുകയാണ്. സ്റ്റീം റെയിൽവേ ആണ്. അപ്പോൾ ഓൾഡ് കാരേജസും ഇതൊക്കെ ആയിട്ട് ഒരു പഴയകാല പ്രതീതിയാണ്. എനിക്ക് ആക്ച്വലി ഊട്ടിയിൽ നമ്മുടെ നീൽഗിരി റെയിൽവേസൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ. എന്തായാലും അധികം വൈകാതെ യാത്ര പുറപ്പെടും. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ ജേർണി എന്നുള്ളത്. എക്സ്ക്യൂസ് മീ സർ, മേ ഐ സിറ്റ് ഹിയർ? താങ്ക് യു. യാത്ര ആരംഭിച്ചു. ഈ സ്റ്റീം റെയിൽവേ ആക്ച്വലി ഒരു ചെറിയ റെയിൽവേ ആണ്. ആകെ 9 kilometer, അതായത് 5 മൈലേ ഉള്ളൂ ദൂരം. ഒരു കൺസർവേഷൻ ഇതാണ്, പ്രോജക്റ്റ് ആണ് എന്ന് പറയാം. കാരണം കുറേ വോളണ്ടിയേഴ്സ് ഒക്കെ കൂടി റൺ ചെയ്യുന്ന ഒരു ഇതാണ്. ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള പോലെയാണ് അവരത് കൊണ്ട് നടത്തുന്നത്. പിന്നെ ഇത് ആക്ച്വലി സ്പ്രിങ് മുതൽ സമ്മർ എൻഡ് വരെ വർക്ക് ചെയ്യുള്ളൂ. തണുപ്പ് കാലങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് വന്നാലേ ഇതിൽ കയറാൻ പറ്റുള്ളൂ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ പഴയ ലോക്കോമോട്ടീവ്സ് ഒക്കെ അവർ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിയിട്ട് ഈവൻ കാരേജസ് വരെ നമുക്ക് നല്ല പഴയ ആ ഒരു ഫീലൊക്കെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ കൺട്രി സൈഡിൽ കൂടെയാണ് ഇത് പാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ചകൾ എൻജോയ് ചെയ്യാം. ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ഈ ലോക്കോമോട്ടീവ് ഉള്ള ഈ വണ്ടിയുടെ ലോക്കോമോട്ടീവ് 1891 സ്റ്റീം ലോക്കോമോട്ടീവാണ്. 130 കൊല്ലം പഴക്കമുള്ളതാണ്. കാരേജസ് ഒക്കെ 1890 മുതൽ 1920 വരെയുള്ള, അപ്പോൾ ഇതൊക്കെ 100 കൊല്ലം പഴക്കമുള്ള ക്യാബിൻസാണ്. അന്നത്തെ അതേ ക്യാബിൻസാണ്. ഓൺലി തിങ് അത് റെസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആവും അന്ന് 100, 150, 130 കൊല്ലം മുമ്പേ ഈ Isle of Wight കൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കാണാനും പറ്റുക. അടിപൊളി കൺട്രി സൈഡ് വ്യൂസ്, ഫാം ലാൻഡ്സ്. കൺസർവേഷൻ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇതൊരു പല അവാർഡ്സും കിട്ടുന്ന ഒരു ഹെറിറ്റേജ് റെയിൽവേ ആണ്. വെരി വെൽ മെയിൻറ്റെയിൻഡ് ആണെന്നാണ് പറയുക. അപ്പോൾ നമ്മൾ 10 മിനിറ്റിൽ സ്മോൾപുർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തി. ഇവിടെ വണ്ടി നിർത്തിയിട്ടു. പിന്നെ എൻജിൻ ഈ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ ഏകദേശം 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ച് പോകും. നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുമ്പോൾ മിസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അടിപൊളിയാണ്, നല്ല രസമാണ്. ഈ പഴയ ഒരു കാരേജിലും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. എനിവേ എൻജോയ് ആയിട്ട് ഇവിടുന്ന് ട്രെയിൻ പുറപ്പെടുകയായി.
പഴയ റെയിൽവേ വാഗൺ ഹോളിഡേ ഷാലെ പോലെ ആക്കി കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്തിരുന്നതാണ്. അത് ഇപ്പോൾ ഇവരിവിടെ നമുക്ക് ഡെമോൺസ്ട്രേഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഉള്ളിൽ നമ്മൾ കാരവനിലൊക്കെ പോയി താമസിക്കില്ലേ, അതേപോലെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് വേ ടു യൂസ് എൻ ഓൾഡ് കാരേജ്. പണ്ട് UK-ൽ ആൾക്കാർ ഹോളിഡേയിൻ്റെ സമയത്ത് കാരേജസ് ഇങ്ങനെ യൂസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം. അപ്പോൾ ഐൽ ഓഫ് വൈറ്റ് സ്റ്റീം റെയിൽവേയുടെ ഭാഗമായിട്ട് ഇവിടെ ട്രെയിൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സിബിഷൻ മ്യൂസിയം എന്ന് പറയാം. ഇതിവിടെ ആക്ച്വലി ഐൽ ഓഫ് വൈറ്റിലെ റെയിൽവേയുടെ ഹിസ്റ്ററി പറ്റിയിട്ടാണ് അവർ പറയണത്. എങ്ങനെ ഇവിടെ തുടങ്ങി, എന്തൊക്കെയാണ് കഴിഞ്ഞ 150-160 കൊല്ലത്തിലുണ്ടായിരിക്കുന്നത്. ഇവിടെ മുഴുവൻ ടൈം ലൈൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇവർ ഇവിടെ പറയണത് 55 മൈൽസ് ഓഫ് റെയിൽവേ ലൈൻസ് ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയണത്. പല റെയിൽവേ കമ്പനീസും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പറഞ്ഞ പോലെ ചെറിയൊരു ഐലൻഡ് ആയതുകൊണ്ട് അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് വലിയ ആവശ്യം കൺസ്യൂമേഴ്സ് ഉണ്ടാവില്ല. അത് മെല്ലെ മെല്ലെ കേട് വന്നു. പിന്നെ World War I, World War II അങ്ങനെയൊക്കെ ആയിട്ട് അത് വളരെ നശിച്ചു പോവുകയാണ് ചെയ്തത്. വളരെ കുറച്ച് ലൈൻസിലെ ആൾക്കാർ യൂസ് ഉണ്ടാവുള്ളൂ. അങ്ങനെ കേട് വന്ന സമയത്താണ് 1860s UK ഗവൺമെൻറ് സ്റ്റീം എൻജിൻസ് കംപ്ലീറ്റ് നിർത്തിയത്. ആ സമയത്താണ് ഈ ഇവിടുത്തെ വോളണ്ടിയേഴ്സ് എല്ലാവരും കൂടി ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ടേക്കപ്പ് ചെയ്തത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ പാഷൻ നമുക്ക് സമ്മതിക്കാതെ പറ്റില്ല കേട്ടോ. കാരണം ഈ ഒരു പ്രോജക്റ്റിൻ്റെ പിന്നിൽ കുറേ ആൾക്കാരുടെ പ്രയത്നമുണ്ട്. കാരണം അധികം ഫണ്ടിങ് ഒന്നുമില്ല. 300ഓളം വോളണ്ടിയേഴ്സ് ഉണ്ട്. ആകെ 30 പെയ്ഡ് എംപ്ലോയീസ് ഉണ്ട്. അപ്പം 300ഓളം ആൾക്കാർ ഒരു ശമ്പളം ഒന്നും വാങ്ങാതെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ആ പാഷനെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഐൽ ഓഫ് വൈറ്റ് പോലെ ചെറിയൊരു സ്ഥലത്തുള്ള ആൾക്കാർ ഒന്നിച്ച് കൂടി ഇത്രയും ഒരു നല്ല കാര്യം ചെയ്യണു എന്നുള്ളത് ശരിക്കും നമുക്ക് മാതൃകാപരമാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ പലതും സാധിക്കും എന്നുള്ളതിനുള്ള ഒരു തെളിവും കൂടിയാണത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഐൽ ഓഫ് വൈറ്റിൽ വരികയാണെങ്കിൽ ട്രെയിൻ സ്റ്റോറിയും കാണുക, അപ്രിഷ്യേറ്റ് ചെയ്യുക. ഐൽ ഓഫ് വൈറ്റ് സ്റ്റീം റെയിൽവേ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫിഷ് ബോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. ഫിഷ് ബോൺ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങളുടെ ഫെറി തിരിച്ച് ഇംഗ്ലീഷ് മെയിൻലാൻഡിലേക്കുള്ള. അതിനുവേണ്ടി കാർ ഓടിച്ച് വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു ഫെറിക്ക്. എന്തായാലും ഫെറിയിൽ കയറി വിക്ടോറിയ ഓഫ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഫെറിയിലാണ് തിരിച്ചു പോണത്. അങ്ങോട്ട് പോയ പോലെ തന്നെ ഒരു 30-35 മിനിറ്റിൻ്റെ ഫെറിയാണത്, റൈഡാണ്. അത് നമ്മൾ പോർട്ട്സ്മൗത്തിലെത്തും. പോർട്ട്സ്മൗത്തിൽ നിന്ന് വീണ്ടും നമുക്ക് ഒരു 5-5.5 മണിക്കൂറിൻ്റെ ഡ്രൈവാണ്, 260 മൈൽസിൻ്റെ ലിവർപൂളിലേക്ക്. എന്നാലേ നമ്മളെ ഈ ഫുൾ ട്രിപ്പ് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായാലും റിട്ടേൺ ജേർണി തുടങ്ങിയിരിക്കുന്നു. അതെ, നമ്മൾ ഐൽ ഓഫ് വൈറ്റിനോട് വിട പറഞ്ഞിരിക്കുന്നു ഓൾറെഡി. 3 ദിവസം എങ്ങനെ കടന്നുപോയി എന്നറിയില്ല. അത്രയും ഫാസ്റ്റായിട്ട് പോയി. അത്രയും രസകരമായ കാഴ്ചകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എക്സ്പീരിയൻസസും നന്നായിരുന്നു. ആക്ച്വലി ഇനിയും ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. കുറേയൊന്നും നമ്മൾ കവർ ചെയ്തിട്ട് തന്നെ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള വകയുണ്ട് അവിടെ. അത്രയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസാണ് അവിടെ ഉള്ളത്. എന്നാലും 3 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. റിലാക്സ് ചെയ്തെല്ലാം കണ്ടു. അപ്പോൾ അതാ എല്ലാ ഹോളിഡേയും ഒരു ഇത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാതെ പറ്റില്ലല്ലോ. അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ കാണിച്ച കാഴ്ചകളൊക്കെ നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ വിശദമായ വിവരങ്ങളൊക്കെ ഞങ്ങൾ ബ്ലോഗിൽ എഴുതിയിടാം. അപ്പോൾ ആരെങ്കിലും ഐൽ ഓഫ് വൈറ്റിലേക്ക് ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വിവരങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്യുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അപ്പം തന്നെ അറിയും. അപ്പോൾ ഇനി അടുത്ത തവണ വീണ്ടും കണ്ടവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.